ഇടുക്കി ചിന്നക്കനാലിൽ 301 കോളനിയിൽ കാട്ടാനയുടെ ആക്രമണം. വീടും വീട്ടുപകരണങ്ങളും കാട്ടാന നശിപ്പിച്ചു. ഗോപിനാഗന്റെ വീടാണ് ആന തകർത്തത്. ആക്രമണം നടത്തിയത് ചക്കക്കൊമ്പനെന്ന് നാട്ടുകാർ പറയുന്നു. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, ഇടുക്കി ചിന്നക്കനാലിലാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ചിന്നക്കനാൽ മേഖലയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നിലവിൽ മുൻവർഷങ്ങളിൽ അരിക്കൊമ്പനാണ് ഈ ഒരു അതിക്രമം നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ചക്കക്കൊമ്പൻ കൂടുതൽ അതിക്രമം നടത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇടുക്കി ചിന്നക്കനാൽ 301 കോളനിയിലാണ് ഇന്നലെ ചക്കക്കൊമ്പന്റെ ആക്രമണം ഉണ്ടായത്. ഒരു വീടും വീട്ടുപകരണങ്ങളും ആന നശിപ്പിച്ചു. ഗോപിനാഗൻ എന്ന് പറയുന്ന ഒരാളുടെ വീടാണ് ഈ ആന തകർത്തത്. ഈ മാസങ്ങൾക്ക് മുമ്പ് ആനിരങ്ങൽ ജലാശയത്തിൽ വള്ളം മുങ്ങി മരിച്ച വ്യക്തിയാണ് ഗോപിനാഗന്റെ കുടുംബമാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി ഈ വീട്ടിലുള്ളവർ അടിമാലിയിൽ പോയിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. പ്രധാനമായും വീടിന്റെ ഭിത്തി പൂർണ്ണമായും ഒരു ഭാഗം പൂർണ്ണമായും ആന തകർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം വീടിനുള്ളിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ എടുത്ത് പുറത്തേക്ക് വലിച്ചിടുകയൊക്കെ ചെയ്തു. പിന്നീട് ഈ കൃഷിയിടത്തിലും വ്യാപകമായി കൃഷി നശിപ്പിച്ച ശേഷമാണ് ആന ഇവിടെ നിന്ന് പിൻവാങ്ങിയത്. നാട്ടുകാർ ഒച്ച വെച്ച് ബഹളമൊക്കെ ഉണ്ടാക്കിയാണ് ആന ഇവിടുന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ആനയെ നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഈ ചക്കക്കൊമ്പൻ മതപ്പാടിലാണ് എന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ആന ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനാൽ തന്നെ 24 മണിക്കൂർ ആനയെ നിരീക്ഷിക്കാൻ വേണ്ട സംവിധാനങ്ങൾ വനംവകുപ്പ് ഒരുക്കണമെന്നുള്ള ആവശ്യമാണ് നിലവിൽ ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. സുബിൻ, ഈ ആക്രമണം നടത്തിയത് ചക്കക്കൊമ്പനാണെന്നുള്ളൊരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ, അതോ വനവാസികൾ ഈ ഒരു സംശയം ഉന്നയിക്കുന്നത് മാത്രമാണോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ചക്കക്കൊമ്പൻ ഈ മേഖലയിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് ആനിരങ്ങൽ ഡാമിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ചക്കക്കൊമ്പൻ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും ഈ പന്നിയാർ എസ്റ്റേറ്റിനുള്ളിൽ ഈ ആനയുടെ അതിക്രമം ഉണ്ടായിരുന്നു. ഒരു റേഷൻ കട ആന തകർക്കുന്ന സാഹചര്യമുണ്ടായി. അത് ചക്കക്കൊമ്പൻ എന്ന് തന്നെ സ്ഥിരീകരിച്ചിരുന്നു. അവിടെ നിന്നും ഏതാനും കിലോമീറ്ററുകൾ മാത്രം അകലെയാണ് ഇപ്പോൾ ഈ 301 കോളനി ഉള്ളത്. അതുകൊണ്ട് തന്നെ ചക്കക്കൊമ്പൻ തന്നെയാണ് ഈ ഒരു അതിക്രമം നടത്തിയത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതായത് ആ മേഖലയിൽ തന്നെ ചക്കക്കൊമ്പൻ ഉണ്ടായിരുന്നു എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ അതിക്രമം നിലവിൽ നടത്തിയിട്ടുള്ളത് ചക്കക്കൊമ്പൻ തന്നെയാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്കാണ് നിലവിലെത്തുന്നത്. എന്തായാലും നിലവിൽ വീണ്ടും ആളുകൾ ഒരു കടുത്ത ഭീതിയിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഈ തുടർച്ചയായി അതായത് ഒരു ദിവസം ഇടവിട്ട് ഇത് രണ്ടാമത്തെ ആക്രമണമാണ് ചക്കക്കൊമ്പന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. റേഷൻ കട തകർത്ത് അരി ഭക്ഷിച്ചിരുന്നു. റേഷൻ കടയുടെ ഒരു ഭാഗം പുതുക്കിപ്പണ റേഷൻ കടയുടെ ഒരു ഭാഗം പൂർണ്ണമായും നശിപ്പിച്ചു. അതിനുശേഷമാണ് ഈ 301 കോളനിയിലെ ഒരു വീടിന് നേരെയും കൊമ്പൻ അതിക്രമം നടത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ഈ ഒരു ആന മതപ്പാടിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൊമ്പനെ ഈ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റണമെന്നുള്ളൊരു ആവശ്യമാണ് ആളുകൾ മുമ്പോട്ട് വയ്ക്കുന്നത്. പ്രധാനമായും തോട്ടം മേഖലയാണ്, തേയിലത്തോട്ടമാണ്. തേയിലത്തോട്ടത്തിനുള്ളിൽ ആളുകൾ ജോലിക്ക് പോകുന്നുണ്ട്. ഈ സമയത്തെല്ലാം തന്നെ ഈ ജനവാസ മേഖലയിൽ അല്ലെങ്കിൽ തോട്ടത്തിലൂടെ ഈ ഒരു ആന ചുറ്റിത്തിരിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. കൂടാതെ വലിയ രീതിയിലുള്ള ഭീതിതമായ ഒരു സാഹചര്യം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ആനയെ ഇവിടെ നിന്ന് എത്രയും വേഗത്തിൽ തുരത്തണമെന്നുള്ള ആവശ്യം ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. ശരി, ഇടുക്കി ചിന്നക്കനാലിൽ 301 കോളനിയിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. വീടും വീട്ടുപകരണങ്ങളും കാട്ടാന നശിപ്പിച്ചു. ഗോപിനാഗന്റെ വീടാണ് ആന തകർത്തത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്.